ആലപ്പുഴയിലെ ജനങ്ങളിലാണ് പ്രതീക്ഷ. എനിക്ക് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴയിലെ ജനങ്ങളിലാണ്. ആലപ്പുഴയിലെ ജനങ്ങളുമായി ഇടപഴകുക, അവരോടൊപ്പം ചേർത്ത് നിൽക്കുക, അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുക, ഇതൊക്കെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം പകരുന്ന നിമിഷങ്ങളാണ് എന്നെ സംബന്ധിച്ചത്. ആലപ്പുഴയിലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പരിപാടിക്ക് പോകുമ്പോൾ MP എല്ലാ സമയത്തും അവിടെ പോകുമ്പോൾ എൻ്റെ വിഷ്വൽസ് നോക്കിയാൽ അറിയാം എൻ്റെ മനസ്സിനകത്തെ സന്തോഷം. അവരോടൊപ്പം നിൽക്കും. വലിയ തെരഞ്ഞെടുപ്പിന്റെ ചുമതലകളിടയിലും ആലപ്പുഴ പോയി മത്സരിച്ച് വരണം എന്ന് ആഗ്രഹിക്കാൻ കാര്യമുണ്ട്. അല്ല, അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ആലപ്പുഴയോടുള്ള അഗാധമായ ഹൃദയബന്ധം. അവിടുത്തെ പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ആഗ്രഹിക്കുന്നു ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയാകണമെന്നുള്ളത് എൻ്റെയും ആഗ്രഹമായിരുന്നു. രണ്ടാമത്, കോൺഗ്രസിൻ്റെ ഓരോ സീറ്റും നിർണായകമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ മാറിയിരിക്കുന്നത്. ദേശീയ തലത്തിൽ കോൺഗ്രസിന് പരമാവധി സീറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഘട്ടകാലത്തെ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ടുള്ള പോരാട്ടത്തെ ശക്തിപ്പെടുത്താൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ആ ഓരോ പാർലമെൻറ്റ് സീറ്റും ജയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അത്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കേരളത്തിലേക്ക് എത്തുന്നു. രണ്ട് ദേശീയ നേതാക്കൾ മത്സരിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ പൊതുവെ? രണ്ട് മാത്രമല്ല, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ശശി തരൂറുണ്ട്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ സുരേഷുണ്ട്. അപ്പോൾ ഒരുപാട് കേന്ദ്ര നേതാക്കൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളാണ്. അതുകൊണ്ട് കേരളത്തിലെ മത്സരത്തിലെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ എടുത്തു നോക്കണം. കോൺഗ്രസിന് നിർത്താവുന്ന ഏറ്റവും നല്ല മികച്ച ടീമിനെയാണ് ഇപ്രാവശ്യം കേരളത്തിലെ കോൺഗ്രസ് പാർലമെൻറ്റിലേക്ക് നിർത്തിയിരിക്കുന്നത്. KC MP ആയിരുന്ന കാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാവുമോ ഇപ്പോൾ പറയാനോ? തീർച്ചയായിട്ടും ആലപ്പുഴ ഏറ്റവും കൂടുതൽ വികസനം ആഗ്രഹിക്കുന്ന ഒരു പട്ടണമാണ്, നാടാണ്, ഗ്രാമമാണ്. അപ്പോൾ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ MP അല്ലാതിരുന്ന സമയത്തും എൻ്റെ പാർലമെൻറ്റ് ചോദ്യങ്ങളെല്ലാം മിക്കവാറും ആലപ്പുഴയെ കൂടി ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളുടെ ഒരു കണ്ടിന്യൂഷനായിരുന്നു. അതിൽ ഊന്നി നിന്നുകൊണ്ട് പരമാവധി വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള പരിശ്രമം നടത്തും. ഏറ്റവും പാവപ്പെട്ടവർ, കയർ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, ഇവരൊക്കെ തന്നെ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് പാവപ്പെട്ടവർ. അവരുടെ ജീവിതക്ഷേമം ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാ തലത്തിലും നടത്തുക എന്നുള്ളതാണ് ഞാൻ മുൻകാലങ്ങളിലും ചെയ്തിട്ടുള്ളത്. അത് പൂർവാധികം ശക്തിയോടെ തുടരുക എന്നുള്ളതാണ് ലക്ഷ്യം. കരുനാഗപ്പള്ളി, ഹരിപ്പാട് ഒഴികെ ബാക്കിയെല്ലാം LDFിലാണ് നിയോജകമണ്ഡലം. മുൻപും അങ്ങനെയായിരുന്നു. ഞാൻ 2019 മത്സരിക്കുമ്പോഴും അന്ന് ഹരിപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 14 മത്സരിക്കുമ്പോൾ ഹരിപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം LDFിൻ്റെ കയ്യിലായിരുന്നു. അസംബ്ലി ഇലക്ഷനിൽ അവർക്ക് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആലപ്പുഴയിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും വിശ്വാസമുണ്ട് ആലപ്പുഴയിലെ ജനങ്ങളെ. അവരുടെ വിശ്വാസത്തിൽ പൂർണ്ണ തൃപ്തിയും എനിക്കുണ്ട്. ആ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട്. രാജ്യസഭയിൽ BJP അംഗബലം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങ് രാജ്യസഭ വിട്ട് ആലപ്പുഴയിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു, രാജ്യസഭയിൽ എൻ്റെ കാലാവധി 2 വർഷമാണ് ബാക്കിയുണ്ടാവുക. 2 വർഷമാണ് ബാക്കിയുണ്ടാവുക. ഞങ്ങളുടെ പ്രയോറിറ്റി ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, ലോക്സഭയിലെ പരമാവധി കോൺഗ്രസിൻ്റെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് മോഡിക്കെതിരായിട്ടുള്ള ശക്തമായ വെല്ലുവിളി ഉയർത്തി ഈ സർക്കാരിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അതാണ് പാർട്ടി മുൻഗണന കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ സീറ്റും നിർണായകമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു നഷ്ടപ്പെട്ട ഒരു സീറ്റ് തിരിച്ചെടുക്കാനുള്ള പരിപൂർണമായ പരിശ്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തിനിടയിലാണ് പാർട്ടി ഉത്തരവാദിത്തം വിളിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ വേവലാതിക്ക് ആവശ്യം. സിറ്റിംഗ് MPയുടെ പ്രവർത്തനത്തെ എങ്ങനെയാണ്? ഞാൻ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ ഒട്ടും മോശക്കാരനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ പ്രവർത്തന ശൈലി ഉണ്ടാകും. എൻ്റെ ആലപ്പുഴയിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അവർ തീരുമാനിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഈ അപ്തുതം പ്രചാരണം നിന്ന്